وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا. ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും അവസരങ്ങളെയും ഒക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ സ്വർഗത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിനായി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 65-ാം അധ്യായമായ സൂറത്തു ത്വലാഖിലെ 2 ആയത്തുകളാണ് നാം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ 3, 4, 5 3 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. 2-ാമത്തെ ആയത്തിന്റെ അവസാനം അള്ളാഹു പൊതുവായി ഒരു വിഷയം പറഞ്ഞു. വമൻ യതഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുന്നുവോ ആ ആളുകൾക്ക് അള്ളാഹു ഒരു പോംവഴി, മഖ്റജ്, ഒരു രക്ഷാമാർഗം അവൻ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. അവന്റെ എല്ലാ വിഷയങ്ങൾക്കും ഒരു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും. എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം, അങ്ങനെ ഒരു അങ്കലാപ്പിലാകുന്ന സന്ദർഭങ്ങളില്ലേ, അത്തരം സന്ദർഭങ്ങളിൽ വമൻ യതഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു ഒരു വഴി കാണിച്ചു തരും എന്നാണ് അള്ളാഹു പറയുന്നത്. പോകുമ്പോൾ അള്ളാഹ് കാണിച്ചു തരും, അള്ളാഹ് പറഞ്ഞു തരും, ഇന്ന ചെയ്തോ എന്ന് പറയും. അതിന്റെ ബാക്കിയാണ് 3-ാമത്തെ ആയത്ത്, അതിന്റെ ഒരു തുടർ ഉപദേശം. വമൻ യതഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്നതിന്റെ ഒരു ബാക്കിയായിട്ടാണ് 3-ാമത്തെ ആയത്ത്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ആര് ജീവിക്കുന്നുവോ അവനൊരു രക്ഷാമാർഗം അല്ലാഹു ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. പിന്നെയോ വയർസുഖുഹു, അവന് ആഹാരം നൽകും, അവന് ഉപജീവനം നൽകുകയും ചെയ്യും. മിൻ ഹൈസു, ഒരു ഭാഗത്തിലൂടെ, ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന് അല്ലാഹു ഉപജീവനം നൽകും. നമ്മുടെ ഭക്ഷണവും നമ്മുടെ ഉപജീവനവും നമ്മുടെ ജീവിത മാർഗമൊന്നും ഒരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. ആരെങ്കിലും തടഞ്ഞു വെച്ചു എന്നതുകൊണ്ട് നമ്മൾ പട്ടിണിയാവുകയും ഇല്ല. പക്ഷെ എന്താകണം? മുത്തഖിയാകണം, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗഹീദ് അനുസരിച്ചുകൊണ്ട് മുവഹിദായി ജീവിക്കാൻ, അള്ളാഹ് എന്ന വിചാരം, അള്ളാഹ് എന്ന ചിന്ത, അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ അറിയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആ ഒരു ബോധല്ലേ
അത്തരത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ റഹ്മാനായ റബ്ബ് ഒരു പോംവഴി, ഒരു രക്ഷാമാർഗം നമുക്ക് റബ്ബ് തആല തുറന്നു തരും. എവിടെയും നമ്മൾ തളരുകയില്ല, എവിടെയും നമ്മൾ തകർന്നു പോവുകയില്ല, നമ്മൾ നഷ്ടം നമുക്ക് സംഭവിക്കുകയില്ല, നമ്മൾ പരാജയപ്പെടുകയില്ല. റഹ്മാനായ റബ്ബിന്റെ സഹായം, അവന്റെ തുണ നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. മാത്രവുമല്ല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്താ ചെയ്യാ, എങ്ങനെയാ ജീവിക്കുക, എങ്ങനെ എന്ത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നമുക്ക് പോലും വിചാരിക്കാത്ത വിധം, നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് ഉപജീവനം നൽകും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആര് തകർത്താലും നമ്മളെ തകർത്താൻ കഴിയില്ല, നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം റഹ്മാനായ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും, അവൻ നമുക്ക് മാർഗം കാണിച്ചു തരും. നമ്മൾ പോലും കണക്കാക്കാത്ത വിധത്തിൽ അല്ലാഹു തആല നമുക്ക് ഉപജീവനം നൽകും. കാരണം അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ തകരുകയില്ല, നമ്മൾ തളരുകയില്ല എന്ന പാഠം. പിന്നെ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഒരാളും കണക്കാക്കാത്ത വിധത്തിൽ റഹ്മാനായ റബ്ബ് അവന് ഉപജീവനം നൽകും. പിന്നെയോ വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു അവന് മതിയും. എന്റെ റബ്ബ് സൂക്ഷിച്ചോളും എന്ന് വിചാരിച്ചിട്ട് ജോലിക്കൊന്നും പോകാതെ മാസം നോക്കി അടക്കാനല്ല, തെക്കും വടക്കും നോക്കി അടക്കുക, അത് പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ട്. അല്ലാഹു തആല കണക്കാക്കാത്ത വിധത്തിൽ കയ്യും കണക്കില്ലാതെ ഓൻ തരും എന്ന് എനിക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. അവനാണ് ഞാൻ മുത്തഖിയാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖിയാണ്, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകേണ്ടതില്ല. അത് പാടില്ല. മറിച്ച് എന്ത് വേണം? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ജോലി ചെയ്യണം, ആഹാരം തേടി പോകണം, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണമെന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. ദുനിയാവിനോട് നമുക്ക് ബാധ്യതയുണ്ട്, നമ്മുടെ കുടുംബത്തിനോട് ബാധ്യതയുണ്ട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, മാതാപിതാക്കളോട് നമുക്ക് ബന്ധവും ബാധ്യതയും ഒക്കെ ഉള്ളതാണ്. അവരെ പോറ്റേണ്ട ബാധ്യത നമുക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജോലി ചെയ്യണം, അന്നം തേടി പോവുക തന്നെ വേണം. നാം ചെയ്യാറുള്ളത് നമ്മൾ ചെയ്യണം. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊള്ളും. ഇനി വമൻ യതവക്കൽ അലല്ലാഹ്, ഒരാൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, അന്വേഷിക്കാനുള്ള രീതിയിലൊക്കെ അവൻ അന്വേഷിച്ചു, കഴിയാവുന്ന വിധത്തിലൊക്കെ ആഹാരം തേടിപ്പോയി, ബാക്കി കാര്യം എന്ത് ചെയ്യണം? തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാനിതാ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കണം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ട് ബാക്കി കാര്യം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹു മദീം, അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തുകൊള്ളും. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൽ കെട്ടിത്തൂക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സ്റ്റിക്കറായി ഒട്ടിച്ചു വെക്കാനുള്ളതല്ല. അത് ഒരു ഈമാനിന്റെ ഭാഗമാണ്, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. എല്ലാം റഹ്മാനായ റബ്ബിൽ അർപ്പിക്കുക. എന്റെ റബ്ബ് നോക്കിക്കൊള്ളും, അവൻ എന്നെ സംരക്ഷിച്ചു കൊള്ളും, അവനാണ് എനിക്ക് ആഹാരം തരും എന്ന് അവൻ ഓഫർ ചെയ്തതാണ്. ആ ഒരു ചിന്തയോടുകൂടെ റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മതി എന്നാണ് അല്ലാഹു പറയുന്നത്. ഫഹുവ ഹസ്ബു, അല്ലാഹു തന്നെ ധാരാളമാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ബാലിഗു എത്തിച്ചേർന്നവനാണ്, അംരിഹി തന്റെ കാര്യത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മതിയായവനാണ്. അല്ലാഹു തആല എല്ലാത്തിനും മതിയായവനാണ്. എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ, എല്ലാവർക്കും ഉപജീവനം കൊടുക്കാൻ, എല്ലാവരുടെ കാര്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കാൻ എല്ലാത്തിനും മതിയായവനാണ് റബ്ബ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, തീർച്ചയായും അല്ലാഹു തന്റെ ഉദ്ദിഷ്ട കാര്യം പ്രാപിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു, തീർച്ചയായും അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്, ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും, എല്ലാ വസ്തുവിനും, എല്ലാ സംഗതിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് ഖദ്റാ, ഒരു കണക്ക്, ഒരു വ്യവസ്ഥ എല്ലാത്തിനും ഉണ്ടാകും. എല്ലാ കാര്യം ഇങ്ങനെയൊന്നും ആകൂല, എല്ലാത്തിനും ഒരു കണക്ക്. എത്ര കാലം, എങ്ങനെയാകണം, എത്ര ജീവിക്കണം, എത്ര സമ്പാദിക്കണം, എത്ര ആരോഗ്യം വേണം, എത്ര ആയുസ്, എല്ലാത്തിനും കൃത്യമായ ഒരു കണക്ക് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, എല്ലാ ഓരോ കാര്യത്തിനും,
എല്ലാ ഓരോ വസ്തുവിനും അല്ലാഹു തആല ഒരു നിർണയം വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും റഹ്മാനായ റബ്ബിന്റെ അരികെ ഒരു കൃത്യമായ വ്യവസ്ഥയുണ്ട്, കണക്കുണ്ട് എന്തിനും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അവർക്ക് അത്ര കിട്ടിയില്ലേ, അവർക്ക് എന്താ അത്ര കൊടുത്തത് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അത് അല്ലാഹു തആലയുടെ വ്യവസ്ഥയാണ്. ഒരാൾക്ക് എത്ര കൊടുക്കണം, ഒരാൾക്ക് എത്ര ശമ്പളം ഉണ്ടാകണം, അവർക്ക് എത്ര സമ്പത്ത് ഉണ്ടാകണം, അവന്റെ വീട് എത്ര വലുതാകണം, അവൻ എത്ര വാഹനം ഉണ്ടാകണം, അവന് എല്ലാ കാര്യത്തിലും മറ്റുള്ളവരിലേക്ക് ചൂണ്ടാൻ നമ്മൾ നിൽക്കരുത്. മനസ്സിലായില്ലേ? മറ്റുള്ളവരിലേക്ക് ചൂണ്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. മറ്റവന്റെ വീട്ടിലേക്ക് നോക്കി, അവരുടെ വാഹനത്തിലേക്ക് നോക്കിയിട്ട് എനിക്കില്ലല്ലോ, അവനെ പോലെ ഞാനും അധ്വാനിക്കണില്ലേ, എന്നിട്ടും എനിക്കൊന്നും ഇല്ല, ആ ഒരു പാട്ട് പാടൽ നമ്മൾ അവസാനിപ്പിക്കണം. എന്നിട്ടോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വിശ്വാസികൾക്ക് കഴിയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലിയവന്റെ വലിയ തരത്തിലേക്കല്ല നീ നോക്കേണ്ടത്, മറിച്ച് നിന്നേക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കാൻ കഴിയണം. അപ്പോൾ മനസ്സമാധാനം ഉണ്ടാകും. നമ്മുടെ വീട്ടിനേക്കാൾ വലിയ വീട്ടിലേക്ക് നോക്കിയിട്ട് എനിക്കില്ലല്ലോ എന്ന് പറയല്ല വേണ്ടത്. നമ്മളെക്കാൾ താഴെയുള്ള വീട്ടിലേക്ക്, നമ്മേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്കുക. നമ്മുടെ രോഗം ഇങ്ങനെ ഉണ്ടാകും, നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുക എപ്പോഴായോ? നമ്മേക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മേക്കാൾ പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ രോഗം ഒന്നുമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയും. എന്ത് വേണം? ഉൻദുറു ഇലാ അസ്ഫൽ, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, താഴെ താമസിക്കുന്നവരിലേക്ക്, നമ്മളെക്കാൾ താഴെ ആരോഗ്യമുള്ളവരിലേക്ക്, നമ്മേക്കാൾ താഴെ വാഹനമുള്ളവരിലേക്ക്, നമ്മേക്കാൾ താഴെ ജോലിയുള്ളവരിലേക്ക്. അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നോക്കേണ്ടത് ദുന്യാവിന്റെ വിഷയത്തിൽ. എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ എന്ത് വേണം? മുകളിലുള്ളവരിലേക്കാകണം നോക്കേണ്ടത്. ഇതൊക്കെ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, എന്നേക്കാൾ രോഗം അനുഭവിക്കുന്നവരുണ്ട്, എൻ്റെ അത്ര വീടില്ലാത്തവരുണ്ട്, എൻ്റെ അത്ര ജോലി ഇല്ലാത്തവരുണ്ട്. താഴെയുള്ളവരിലേക്ക് നോക്കുക. മനസ്സിന് വല്ലാത്ത ആഹ്ലാദവും സന്തോഷവും നമുക്കുണ്ടാകും. നമുക്ക് കിട്ടിയതിൽ അള്ളാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിയും, അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ എന്ത് വേണം? നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണം. അള്ളാഹു ഇത്രയൊക്കെ ആയുസ്സും ആരോഗ്യം തന്നിട്ട് എനിക്ക് അത്രയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ അത്രയൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അള്ളാഹുവിന്റെ ഒരുപാട് ആരാധനയുടെ വിഷയത്തിൽ, ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ അവർ എന്നേക്കാൾ മുൻപന്തിയിലുണ്ടല്ലോ. എത്രയോ സ്വഹാബത്തിന്റെ സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളൊക്കെ അയവിറക്കുമ്പോ അവരോടൊപ്പം എത്താനുള്ള ആഗ്രഹമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. പരലോകത്തിന്റെ വിഷയത്തിൽ മുമ്പിൽ എത്താൻ മാത്സര്യം ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. കാരണം ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവുകയില്ല, അതിനെ ഒരാൾക്കും പരാജയപ്പെടുത്താനും കഴിയില്ല. റബ്ബ് തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ആരും റഹ്മാനായ റബ്ബിനെ പരാജയപ്പെടുത്തുകയില്ല. ഓരോരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ഇന്നിന്ന ആളുകൾക്കൊക്കെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥയും നിർണയവും റഹ്മാനായ റബ്ബ് നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണോ റബ്ബ് തീരുമാനിച്ചത്, അത് തീരുമാനിച്ചതുപോലെ മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ, അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതിനെ മാറ്റിത്തിരുത്തുവാൻ ഒരാൾക്കും കഴിയുകയില്ല. ഒരാൾക്കും അതിൽ കൈകടത്താനുള്ള ഒരു അവകാശവും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തവക്കുൽ ചെയ്യാൻ നമുക്ക് കഴിയണം. എനിക്കെന്റെ നാഥൻ മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമകൾക്ക് അള്ളാഹു പോരെ എന്ന് റബ്ബ് തആല ചോദിച്ചില്ല, ഞാൻ പോരടോ നിങ്ങൾക്ക് എന്ന്. അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവേ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ, എന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ, എന്റെ ദാരിദ്ര്യം നീക്കുവാൻ, എനിക്ക് ജോലി തരാൻ, എനിക്ക് വീട് തരാൻ, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ റബ്ബേ നീ മതി. അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയും എന്റെ അർത്ഥനയും എന്റെ ആരാധനയും എല്ലാം അള്ളാഹുവേ നിനക്ക് മാത്രമാണ് എന്ന് പറയാൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കുവാൻ, അവരിൽ ബരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്ന മഹത്തായ ഉപദേശമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ത്വലാഖാണ് വിഷയം, വിവാഹമോചനമാണ് വിഷയം, ഇദ്ദയാണ് വിഷയം.
ആ വിഷയത്തിന്റെ ഇടക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലും എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണേ എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഈ ആയത്തുകൾക്കിടയിലും ഈ വിഷയങ്ങൾക്കിടയിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിയിട്ട് വീണ്ടും അല്ലാഹു തആല ആ ത്വലാഖിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിയമനിർദ്ദേശങ്ങളുടെ അതിലേക്ക് തന്നെ പോവുകയാണ് 4-ാമത്തെ ആയത്തിൽ. വല്ലാഇ യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ ഇർതബ്തും, വല്ലാഇ ഏതൊരു സ്ത്രീകൾ, യഇസ്ന നിരാശപ്പെട്ട സ്ത്രീകൾ എന്തിൽ നിന്ന് നിരാശപ്പെട്ട പെണ്ണുങ്ങളാണ്? മിനൽ മഹീദി ആർത്തവത്തെ സംബന്ധിച്ച്, മിൻ നിസാഇകും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, ഇനി ഒരിക്കലും ആർത്തവം ഉണ്ടാവുകയില്ല എന്ന ആ ഒരു അവസ്ഥയിലെത്തിയ സ്ത്രീകൾ, അത് ആർത്തവം നിലച്ചുപോയ സ്ത്രീകൾ, ഇനിർത്തബത്തും നിങ്ങൾ സംശയിക്കപ്പെടുന്ന പക്ഷം, ഫഇദ്ദത്തുഹുന്ന നിങ്ങൾ സംശയിക്കപ്പെടുന്ന പക്ഷം, ഫഇദ്ദത്തുഹുന്ന എന്നാൽ അവരുടെ ഇദ്ദ സലാസതു അഷ്ഹുർ 3 മാസമാണ്. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടവർ നിങ്ങൾ സംശയിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. ആർത്തവം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പെണ്ണിനെ എന്ത് ചെയ്തു? വിവാഹമോചനം നടത്തി. എന്നാൽ അവരുടെ ഇദ്ദയുടെ കാലാവധി എത്രയാണ്? സലാസത്തു അഷ്ഹുർ 3 മാസമാണ്. വല്ലാഇ ലം യഹിൽന, വല്ലാഇ യാതൊരു സ്ത്രീകളുടെയും, ലം യഹിൽന ആർത്തവം ഉണ്ടാകാത്ത ഒരു പെണ്ണ്, അവളെ വിവാഹമോചനം നടത്തി. അവളുടെ ഇദ്ദയുടെ കാലാവധി എത്രയാ? 3 മാസം. ഇദ്ദ നിലച്ച പെണ്ണിനെ വിവാഹമോചനം നടത്തി. അവരുടെ കാലാവധി എത്രയാണ്? രണ്ടുപേരുടെയും ഇദ്ദയുടെ കാലാവധി സലാസത്തു അഷ്ഹുർ 3 മാസമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇദ്ദയുടെ കാലാവധിയാണ് ഈ ആയത്തിൽ പറയുന്നത്. പിന്നെ വഉലാത്തുൽ അഹ്മാലി, അവിടെ ചില ആളുകളൊക്കെ അവിടെ ഊലാത്തു ഓതരുത്. അവിടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു വാവുണ്ട്. ആ വാവിന്റെ മുകളിൽ ഒരു പൂർണ്ണമായ സുക്കൂന് കാണാം. അങ്ങനെ പൂർണ്ണമായ സുക്കൂൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉച്ചരിക്കരുത് എന്നാണ് അതുകൊണ്ടുള്ള തജ്വീദിന്റെ നിയമം. അപ്പൊ അവിടെ എങ്ങനെ പാരായണം ചെയ്യേണ്ടത്? ഊലാത്തു അല്ല. പിന്നെ വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യളഇന ഹംലഹുൻ, വഉലാത്തുൽ അഹ്മാലി ഗർഭമുള്ള സ്ത്രീകൾ, അജലുഹുന്ന അവരുടെ അവധി, അൻ യളഇന അവര് പ്രസവിക്കലാണ്. ഒരു ഗർഭമുള്ള അവസ്ഥയിൽ ആ സന്ദർഭത്തിലാണ് ഒരു പെണ്ണിനെ എന്ത് ചെയ്തത്? ത്വലാഖ് ചൊല്ലിയത്. എന്നാൽ അവളെ ഇദ്ദയിരിക്കണം. അവളുടെ ഇദ്ദയുടെ സമയം ഏതുവരെയാണ്? അവളുടെ പ്രസവം വരെയാണ്. വഉലാത്തുൽ അഹ്മാലി അജലഹുന്ന അൻ യളഇന, ഗർഭവതിയായ സ്ത്രീകളാകട്ടെ അവരുടെ അവധി, അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാണ്. അവളുടെ ഗർഭം പ്രസവിക്കലാണ്. അൻ യളഇന ഹംലഹുന്ന, അവളുടെ അവധി, അവളുടെ ഗർഭം അവൾ പ്രസവിക്കലാണ്. പ്രസവം കഴിയുന്നത് വരെയാണ്. അതെത്രയാണെങ്കിലും അവിടെ മാസത്തിന്റെ കണക്കില്ല. ഒരു ഗർഭിണിയെ ത്വലാഖ് ചൊല്ലിയാൽ അവളുടെ ഇദ്ദയുടെ കാലാവധി അവൾ പ്രസവിക്കുന്നത് വരെയാണ്. പിന്നെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. നോക്കൂ നിങ്ങൾ, ഇദ്ദയുടെ കാലാവധിയൊക്കെ പറഞ്ഞിട്ട് അവിടെയും അവസാനം അല്ലാഹു തആല പറയാ, വമൻ യത്തഖില്ലാഹ, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു മിൻ അംരിഹി, അവന്റെ കാര്യത്തിന് അവൻ ഏർപ്പെടുത്തി കൊടുക്കും, യുസ്റാ എളുപ്പമാക്കി കൊടുക്കും. അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. 4-ാമത്തെ ആയത്തിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവനിക്ക് അവന്റെ കാര്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നിയമങ്ങൾ അല്ലാഹു പറഞ്ഞു. ഇനിയും തുടർന്നുള്ള ആയത്തുകളിൽ ഒരുപാട് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ പലതും അല്ലാഹു പറയുന്നുമുണ്ട്.
എന്നിട്ട് അള്ളാഹു പറയാണ് അഞ്ചാമത്തെ ആയത്തിൽ, ദാലിക അത് അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഒന്നും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ തട്ടിക്കളയാൻ പറ്റുന്നതല്ല. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ദാലിക അംറുല്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അൻസലഹു ഇലൈക്കും, അൻസലഹു അതിനെ ഇറക്കിയിരിക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്. ആരാണ് ഇറക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളിലേക്ക് ഇറക്കിയ അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അത് തിരസ്കരിക്കാൻ പാടില്ല, അതിനെ മാറ്റിവെക്കാൻ പാടില്ല, അതിനെ മറക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ മറന്നുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ വിവാഹമോചനം നടത്താനോ ആ വിവാഹമോചനത്തിന്റെ ശേഷമുള്ള നിയമങ്ങളോ നിങ്ങൾക്കനുസരിച്ചാകരുത്. അള്ളാഹു പറഞ്ഞതുപോലെയാകണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി, വമൻ യത്തഖില്ലാഹ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യുകഫിർ അൻഹു, അവന് മറച്ചു മൂടി വെച്ചു കൊടുക്കുന്നതാണ് സയ്യിആതിഹി, അവന്റെ തിന്മകളെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവന്റെ തിന്മകളെ അള്ളാഹു മറച്ചു വെക്കും. കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ അവന്റെ എല്ലാ തിന്മകളും അള്ളാഹു മറച്ചു വെക്കും. അള്ളാഹു അത് മൂടി വെക്കും. അത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരികയില്ല. ആരുടെ മുമ്പിലും അത് വെളിവാക്കപ്പെടുകയില്ല അവൻ ചെയ്ത തെറ്റുകൾ. പക്ഷെ എന്ത് വേണം? യത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നാൽ അവന്റെ തെറ്റുകളൊക്കെയും അള്ളാഹു മാപ്പാക്കി മറച്ചു വെച്ചു കൊടുക്കും. മാത്രവുമല്ല, വയുളിം ലഹു അജ്റാ, യുളിം ലഹു, അവനിക്ക് വലുതാക്കുകയും ചെയ്യും, അജ്റൻ, അവന്റെ പ്രതിഫലം. അവന്റെ പ്രതിഫലം മഹത്തരമായി വലുതാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും ചെയ്യും. പക്ഷേ എന്ത് വേണം? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഈ വിഷയം പറയുന്നതിന്റെ ഇടക്ക്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവരായി മാറണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അള്ളാഹു ഒരു പോംവഴി എളുപ്പമാക്കി കൊടുക്കും. അവൻ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹു അത്തരം ആളുകൾക്ക് ഉപജീവനം നൽകും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുന്നവന് അള്ളാഹു തന്നെ ധാരാളമാണ്. അതേ പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്ത്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന്റെ കാര്യത്തെ കുറിച്ച് അള്ളാഹു അവന് എളുപ്പം സൗകര്യം ചെയ്തു കൊടുക്കും. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുളിം ലഹു അജ്റാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവന്റെ തിന്മകളൊക്കെ അള്ളാഹു തആല മറച്ചു വെക്കും, മാപ്പാക്കി കൊടുക്കും. അവന് വലിയ മഹത്തരമായിരിക്കുന്ന പ്രതിഫലം അള്ളാഹു തആല നൽകുകയും ചെയ്യും. പക്ഷെ ഇതിനൊക്കെ അള്ളാഹു തആല വെച്ച ഡിമാൻഡ് എന്താ? വമൻ യത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനിടക്ക് നമ്മോട് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യമാണ്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുതേ എന്ന ഉണർത്തലുകളാണ്, ശക്തമായിരിക്കുന്ന താക്കീതുകളാണ് ഇതിലൊക്കെയും ഞാനും നിങ്ങളും വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയം ഏതായിരുന്നാലും, നാമുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളാണെങ്കിൽ പോലും അതിനിടക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട അതിപ്രധാനമായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ആയത്തുകളും, ത്വലാഖ്, വിവാഹമോചനം, അത് ഞാനുമായി ബന്ധപ്പെട്ടതല്ല, അത് ഞാൻ ചെയ്യാറില്ല, എന്റെ കുടുംബത്തിലില്ല, അതുകൊണ്ട് ഇത് ഞാൻ പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കേണ്ടതല്ല. മറിച്ച് ഇവിടെയൊക്കെ ഓരോ വാക്യങ്ങളും ഓരോ ആയത്തുകളും സശ്രദ്ധം മനസ്സിരുത്തി നാം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാൻ വിശ്വാസികൾക്ക് കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒട്ടനവധി തെറ്റിദ്ധാരണകളുണ്ട്. വേണ്ടാത്ത ഒരുപാട് നടപടിക്രമങ്ങൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട്, ഇദ്ദയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. തുടർന്നുള്ള ആയത്തുകളിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം പരാമർശങ്ങൾ അല്ലാഹു തആല നടത്തുകയും അതിന്റെ വിധിവിലക്കുകളും നിയമങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ചർച്ച ചെയ്യാം.
പഠിക്കാനും പകർത്താനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.